ഒരു വർഷം 100-നടുത്ത് വരെ വിക്ഷേപണങ്ങൾ നടത്തിയിട്ടും പരാജയം എന്തെന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് അറിഞ്ഞിരുന്നില്ല. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് വികസിപ്പിച്ച റോക്കറ്റാണ് ഫാൽക്കൺ 9. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ സഞ്ചാരികളെയും ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ 9 2000 കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇതിനാവും. ഫാൽക്കൺ 9ന് പുനരുപയോഗം സാധ്യമാണെന്ന പ്രത്യേകതയുമുണ്ട്. 7 വർഷത്തിനിടയിൽ 300-ൽ പരം വിക്ഷേപണം നടത്തിയിട്ടും ഒരു തവണ പോലും പരാജയം നേരിട്ടിട്ടില്ല. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഫാൽക്കൺ 9 സൃഷ്ടിച്ചെടുത്ത ഈ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിരിക്കുന്നു. ജൂലൈ 11 വ്യാഴാഴ്ചയാണ് കാലിഫോർണിയയിലെ വാൻഡർബർഗ് സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് 20 സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ 354-ാമത് വിക്ഷേപണമായിരുന്നു ഇത്. ഇലോൺ മസ്കിന്റെ തന്നെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിന് വേണ്ടിയുള്ള ചെറു ഉപഗ്രഹങ്ങളിലായിരുന്നു ഇവ. വിക്ഷേപണം കഴിഞ്ഞ് 30 മിനിറ്റോളമായപ്പോഴാണ് പ്രശ്നം നേരിട്ടത്. ആദ്യ സ്റ്റേജ് വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും വേർപെട്ട് ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് പ്രവർത്തിക്കേണ്ട രണ്ടാം സ്റ്റേജ് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാനായില്ല. ഇന്ധനമായ ദ്രവ ഓക്സിജന് ചോർച്ചയുണ്ടായതാണ് കാരണം. ഇതേ തുടർന്ന് ഉപഗ്രഹങ്ങൾ വിന്യസിക്കേണ്ട യഥാർത്ഥ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിന് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആയില്ല. തുടർന്ന് നിശ്ചയിച്ച ഉയരത്തിന് താഴെ വിന്യസിക്കേണ്ടി വന്നു. 135 കിലോമീറ്റർ ഉയരത്തിലാണ് ഉപഗ്രഹങ്ങൾ വിന്യസിച്ചത്. യഥാർത്ഥത്തിൽ നിശ്ചയിച്ച ഉയരത്തേക്കാൾ പകുതിയിലും കുറവാണിത്. ഈ ഉപഗ്രഹങ്ങൾ മറ്റ് ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയാവില്ല എന്ന് സ്പേസ് എക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണേക്കാവുന്ന ഉപഗ്രഹങ്ങൾ പൂർണ്ണമായി കത്തിത്തീരുമെന്നും അതിനാൽ ജനങ്ങൾക്കും ഭീഷണിയാവില്ല എന്നും സ്പേസ് എക്സ് വ്യക്തമാക്കി. 2015-ൽ ഫ്ലോറിഡയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചതിനു ശേഷം ഇതുവരെ ഫാൽക്കൺ 9 റോക്കറ്റ് പരാജയം നേരിട്ടിട്ടില്ല. ഇക്കാരണത്താൽ തന്നെ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വിജയം ഉറപ്പാക്കിയിരുന്നതും വിശ്വാസ്യത നേടിയെടുത്തതുമായ റോക്കറ്റായിരുന്നു ഫാൽക്കൺ 9. എന്തെല്ലാമാണ് ഫാൽക്കൺ 9ന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. 2 ഭാഗങ്ങളാണ് ഫാൽക്കൺ 9 റോക്കറ്റിനുള്ളത്. ഇതിൽ താഴെയുള്ള ആദ്യ സ്റ്റേജ് അഥവാ ബൂസ്റ്റർ സ്റ്റേജിന് 9 മെർലിൻ എഞ്ചിനുകളാണ് ഉള്ളത്. സ്പേസ് എക്സ് തന്നെ വികസിപ്പിച്ച റോക്കറ്റ് എഞ്ചിനുകളാണ് മെർലിൻ എഞ്ചിനുകൾ. ഒപ്പം ദ്രവ ഓക്സിജനും റോക്കറ്റ് ഗ്രേഡ് കെറോസിൻ പ്രൊപ്പലന്റും അടങ്ങുന്ന അലൂമിനിയം ലിഥിയം അലോയ് ടാങ്കുകളും ആദ്യ സ്റ്റേജിനുണ്ട്. ഭൂമിയുടെ ശക്തമായ ആകർഷണ ബലത്തെ മറികടന്ന് പേലോഡിനെ ബഹിരാകാശത്ത് എത്തിക്കുകയാണ് ഈ സ്റ്റേജിന്റെ ചുമതല. നിശ്ചിത ഉയരത്തിലെത്തിയതിനു ശേഷം വേർപെട്ട ഈ ഭാഗം ഭൂമിയിൽ തിരിച്ചിറങ്ങും. ഇത് വീണ്ടും മറ്റ് റോക്കറ്റുകൾക്കായി ഉപയോഗിക്കാനാവും. രണ്ടാമത്തേതും റോക്കറ്റിന്റെ മുകളിലുള്ളതുമായ രണ്ടാം സ്റ്റേജിൽ ഒരു മെർലിൻ എഞ്ചിനാണുള്ളത്. നിലവിൽ ഫാൽക്കൺ 9ന് സംഭവിച്ച പരാജയം ഏറെ നിരാശയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഫാൽക്കൺ 9 റോക്കറ്റുകളുടെ വിക്ഷേപണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പൊളാരിസ് ഡോൺ എന്ന ദൗത്യം വൈകും. സംരംഭകനായ ജാരഡ് ഐസ്ക്മാന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് യാത്രയ്ക്ക് തയ്യാറാകുന്നത്. ഒട്ടേറെ സവിശേഷതകളുള്ള ഈ ദൗത്യം മനുഷ്യരെ ഏറ്റവും ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ എത്തിക്കുന്ന ഏക US വിക്ഷേപണ വാഹനവും ഫാൽക്കൺ 9 തന്നെയാണ്.